ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ കയ്യിലെടുത്താൽ അതിൽ പല വിഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നാം വിഭാഗം അവിടെ നിൽക്കട്ടെ. രണ്ടാം വിഭാഗത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ഏറ്റവും അധികം പഠനങ്ങൾ നടത്തി ഇന്നും എല്ലാവരും താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ദാർശനിക കൃതികളുണ്ട്. ഒരുപക്ഷെ നിസ്സാരം, ലളിതം എന്നൊക്കെ നമ്മൾ കരുതുന്ന ദൈവദശകവും ആത്മോപദേശ ശതകവും ദർശനമാലയും ബ്രഹ്മവിദ്യാ പഞ്ചകവും നിർവൃതി പഞ്ചകവും ശ്ലോകത്രയയും വേദാന്ത സൂത്രവും മുനിചര്യാ പഞ്ചകവും ഒക്കെ ഉൾപ്പെടുന്ന ദാർശനിക കൃതികൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്താണ് എന്ന് വെള്ളം ചേർക്കാതെ അതിൻ്റെ എല്ലാ സത്തയോടും കൂടി അതിൻ്റെ മാധുര്യത്തോടു കൂടി തനതായി അവതരിപ്പിക്കുമ്പോൾ സ്തോത്രകൃതിയുടെ പ്രാധാന്യം എന്താണ്? ഇന്നലെ വളരെ സുന്ദരമായി ഗുരുവിൻ്റെ ശിവകൃതികളിൽ കൂടി ശൈവാനുഭവത്തിൻ്റെ അലയൊലികൾ ഗുരു എങ്ങനെയാണ് പാടുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. എന്തിനാണ് ഇത്തരം സ്തോത്രകൃതികളുടെ ഒരു പഠനം നമ്മൾ നടത്തേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ ദാർശനിക കൃതികളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണമെങ്കിൽ സ്തോത്രകൃതികളുടെ ഒരു ബലം നമുക്കുണ്ടാവണം. ആരാധനയുടെ, ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ, ഉപാസനയുടെ, സാധനയുടെ ഒരു ബലമില്ലാതെ ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ പഠിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവദശകം ചൊല്ലാൻ കഴിയും. ദൈവദശകത്തിൽ ഒരിടത്തും ഞാനില്ലല്ലോ, ഞങ്ങളേ ഉള്ളൂ അല്ലേ? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപദം. എല്ലാം ഞങ്ങളാണ്, ഞാനില്ല. പക്ഷേ പ്രവൃത്തി കൊണ്ടതു ഞങ്ങളാണോ? അല്ല. പ്രവൃത്തിയിൽ പലപ്പോഴും ഞങ്ങൾ ഉണ്ടാവില്ല. ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെ വിചാരം എന്തായിരിക്കും? എന്നെ മാത്രം കാത്താൽ മതി. അയൽവക്കംകാരെ കാക്കണമെന്നില്ല, സമൂഹത്തിൽ ഇതിലെ ജീവികളെ കാക്കണമെന്നില്ല, പക്ഷി മൃഗാദികളെ കാക്കണമെന്നില്ല, പ്രകൃതിയെ കാക്കണമെന്നില്ല. അവിടെ ഞാനേ ഉള്ളൂ, ഞങ്ങൾ വരില്ല. കാരണം എന്താണെന്നോ, നമ്മുടെ ദർശനം ഇരിക്കുന്നത് പുസ്തകത്തിലാണ്, മനസ്സിലല്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ അനുഭൂതി അറിയുവാൻ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. ഗുരുവിൻ്റെ ദർശനം സഹജമായ സ്വഭാവമാകണം. എൻ്റെ പ്രിയവും നിന്റെ പ്രിയവും ഒന്നാകണമെങ്കിൽ നീയും ഞാനും ഒന്നാണെന്ന തലത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് പഠിക്കാനുള്ളതല്ല, ശീലിക്കാനുള്ളതാണ്, സ്വഭാവമാക്കാനുള്ളതാണ്. എങ്ങനെ സ്വഭാവമാക്കണം? സാധനകളിൽ കൂടി സ്വഭാവമാക്കുവാനുള്ള ശേഷി ഉണ്ടാവും. ഇനി എന്തിന് സ്തോത്രകൃതികൾ പഠിക്കണമെന്ന് ഒന്നുകൂടി ചോദിച്ചാൽ ഗുരുവിൻ്റെ വാക്കുകൾ കടമെടുത്തു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഇല്ലാതമായിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്യാണിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. ഇത് ദർശനമാണ് കേട്ടോ. പഞ്ചീകൃതമായി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കോടാനുകൂടി ഇനങ്ങളിൽ മനുഷ്യന് പരിചിതമായിട്ടുള്ളത് ഏതാണ്ടൊരു 1.5 മില്യൺ ജീവജാലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അതിലപ്പുറം ഏതാണ്ട് 8.5 മില്യൺ സ്പീഷീസുകൾ, ഇനങ്ങൾ ഭൂലോകത്തുണ്ട്. അവയിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണുക എന്നുള്ളതാണ് ഗുരു വീണ്ടെടുത്ത് തേച്ചു മിനുക്കി പ്രകാശം വർദ്ധിപ്പിച്ച അദ്വൈത ദർശനത്തെ ഇപ്രകാരം മൂശയിലിട്ട് ഒരുക്കി നമ്മുടെ മുൻപിൽ തന്നത്. ഇനി ഇതിലേക്ക് പെട്ടെന്ന് പോവുക സാധ്യമാണോ? അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവർക്ക് തല്ലാഘവം പറകിൽ ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സലാഭം ഒന്നുമതി എല്ലാവരും തിരയുമുല്ലാഘബോധ ജനനീ എന്ന് പറഞ്ഞപ്പോ ആരാണോ ഈ തലത്തിലേക്ക് ഡയറക്റ്റ് പോയിട്ടുള്ളത് അവര് ജീവിതത്തിൽ ലാഘവമറിഞ്ഞവരാണ്, അതിൻ്റെ സരളതയറിഞ്ഞവരാണ്. ഒരു കോംപ്ലക്സും ഇല്ലാതെ, ഒരു സങ്കീർണതകളുമില്ലാതെ, സർവ്വതിലും തന്നെ കണ്ടുകൊണ്ട്, തന്നിൽ നിന്ന് അന്യമല്ലാതെ എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് ശോകമോ മോഹമോ ഇല്ലാതെ ജീവിക്കുവാൻ അവർക്കു സാധിച്ചു. അവർ കാരണം ക്രിയകളില്ല. തല്ലാഘവം പറകിൽ ആ ദർശനത്തിലെത്തിയവർക്ക് ഇല്ലാ
ഊരണം ക്രിയകൾ, അവർക്ക് ആരണം ക്രിയകൾ വേണ്ട. വേദോക്തമായ ചില ഭാഗങ്ങളാണ് ആരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവത്തിലേക്ക് അടുക്കുവാൻ, ഈശ്വരനിലേക്ക് അടുക്കുവാൻ ഒരുവനെ സഹായിക്കുന്ന സാധന മാർഗങ്ങളിൽ അവൻ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് ആരണം ക്രിയ എന്ന് പറയുന്നത്. ആരാധനയും വിശ്വാസവും സാധനയും ജപവും ധ്യാനവും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഈ ദർശനത്തിലേക്ക് സ്വയം ഉണർന്ന ഒരു ജ്ഞാനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും തൊഴുതു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഗുരുവിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗുരു നിൽക്കുന്നതേ എവിടെയാണ്? ബ്രഹ്മാനന്ദം, പരമസുഖതം, കേവലം, ജ്ഞാനമൂർത്തിം എന്ന തലത്തിലാണ്. ഗുരുവിന് അവിടെ മറ്റൊരു പ്രതിഷ്ഠയുടെ, മറ്റൊരു രൂപത്തിൻ്റെ, ഭാവത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യമാർക്കാ? നമ്മൾക്കാണ്. ഗുരുവിന് വേണ്ട ഇല്ലാരണം ക്രിയകൾ. ജ്ഞാനികൾക്ക്, ദർശനത്തിലേക്ക് ഉണർന്നവർക്ക് ആരണം ക്രിയകൾ വേണ്ട. മറിച്ച് ആ ദർശനത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക്, ആ ദർശനത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു പോകേണ്ടവർക്കാണ് ആരണം ക്രിയകൾ വേണ്ടത്. ആ ആരണം ക്രിയകളിൽ കൂടി ഇവിടെ ഋഷിമാർ നൽകിയിരിക്കുന്ന ശരിയായ സാധനാ മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് ഈ ദർശനത്തിലേക്ക് ഉയർന്ന് ഈ സല്ലാഭത്തെ നേടുവാൻ ഞങ്ങൾക്കു സാധിക്കണമേ അമ്മേ എന്ന പ്രാർത്ഥന നമ്മളവിടെ സമർപ്പിച്ചപ്പോൾ സ്തോത്രകൃതികൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഏകദേശ രൂപം നമുക്ക് കിട്ടിയിരിക്കും അല്ലേ? സ്തോത്രകൃതികൾ ഈ ആരണം ക്രിയകളാണ്, ദർശനത്തിലേക്കുള്ള വാതിലുകളാണ്. ആ ദർശനത്തെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഒരു മനുഷ്യനെ പരിപാകപ്പെടുത്തിയെടുക്കുവാൻ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവാനും അതിനെ സ്വഭാവമാക്കുവാനും ഒരു വ്യക്തിക്ക് പാകതയെ നൽകുവാനുള്ള മാർഗങ്ങളാണ്, വാതിലുകളാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ. അതിൽ നമുക്ക് സുബ്രഹ്മണ്യനെ കാണാം, അതിൽ നമുക്ക് ശിവനെ കാണാം, വിഷ്ണുവിനെ കാണാം, ദേവിയെ കാണാം, വിനായകനെ കാണാം. ഭാരതത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്, ഏത് ഭാവത്തിലും ഏത് ഗുണങ്ങളിലും ഏത് തലങ്ങളിലും നിൽക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, തങ്ങളുടെ വാസനയനുസരിച്ച്, തങ്ങളുടെ മനോനിലയനുസരിച്ച് അവർക്ക് ഉപാസിക്കുവാനും ആരാധിക്കുവാനും ശുദ്ധി നേടുവാനും ഉപയുക്തമാകുന്ന തരത്തിൽ ഒട്ടനേകം മൂർത്തികളുണ്ട്. നാരായണ ഗുരുദേവനും നമുക്ക് തന്നു. അതിൽ ഇന്നലെ നിങ്ങൾ കണ്ട ശൈവാനുഭവ ഗീതികൾ, സ്തോത്രകൃതികളിൽ ഏറ്റവും അധികം പ്രമേയങ്ങൾ കൊണ്ട് ഗുരു വ്യത്യസ്തമാക്കിയ കൃതികളാണ്. ഗുരുവിൻ്റെ കൃതികളിൽ തന്നെ ചില സ്തോത്രകൃതികളിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ശിവസ്തോത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പ്രമേയങ്ങളുടെ വ്യത്യസ്തത നമ്മളെ അത്ഭുതപ്പെടുത്തും. ചിന്തിച്ചിട്ടില്ലാത്ത പ്രമേയങ്ങളിലേക്ക്, ചിന്തിച്ചിട്ടില്ലാത്ത യുക്തികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ശിവസ്തോത്രങ്ങൾക്കു സാധിക്കും. അവിടെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾക്ക് ഭക്തിയുടെ, ശുദ്ധിയുടെ, അനുഭൂതിയുടെ, സുന്ദരമായ കവിത്വ സിദ്ധിയുടെ നേർചിത്രങ്ങളെ നൽകുന്നവയാണെന്ന് നിസ്സംശയം പറയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ കവിത്വ സിദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവരും വാളെടുത്ത് പൊക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ കവിയോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ നടുമുറിയിലിരിക്കുമ്പോഴും ഞാൻ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. നടുമുറിയും അടുക്കളയും ഒക്കെ ചേരുന്നതാണ് വീട്. അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു തലം മാത്രമാണ് കേട്ടോ ഗുരുവിൻ്റെ കവിത്വസിദ്ധി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കവി മാത്രമാണെന്നല്ല പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരൊറ്റ മുഖം സമ്പൂർണമായ കവിത്വസിദ്ധിയെ ഇത്രയധികം പ്രകടമാക്കിയിട്ടുള്ള ഒരു ഋഷി ലോക ചരിത്രത്തിൽ വേറെയില്ല. അത്ര സുന്ദരമായ കൃതികളാണ് ഗുരു രചിച്ചിട്ടുള്ളത്. അത് ദാർശനിക കൃതികളാവട്ടെ, അത് ഉദ്ബോധനാത്മക കൃതികളാവട്ടെ, അത് തർജ്ജമകളായിക്കൊള്ളട്ടെ, അവയിലെല്ലാം തന്നെ ഗുരുവിൻ്റെ ആ കവിത്വസിദ്ധി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സാധനയിലേക്ക് ഇറങ്ങുവാൻ, സാധനയിൽ കൂടി ലക്ഷ്യബോധം നേടുവാൻ, ദൈവമെന്ന ചേർച്ചയിലേക്ക് ഒന്നിച്ചിരിക്കുവാൻ, അതുവഴി ശുദ്ധിയുള്ളവനാകുവാൻ, മറ്റുള്ളവനെ ചേർത്തു നിൽക്കുവാൻ, ദാർശനിക ഭാവത്തിൽ തിളങ്ങി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന സ്തോത്രകൃതികളിൽ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വിചിന്തനമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്ന് പ്രദക്ഷിണം വയ്ക്കാനുള്ള നേരമില്ല, എങ്കിലും ഒന്ന് കറങ്ങി വരാനുള്ള സമയം നമുക്ക് തികയില്ലെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെ ഒന്ന് വെറുതെ തഴുകിപ്പോരുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ.